തിരക്കുകളിൽ നിന്ന് മാറി റോഡുകളില്ലാത്ത, വണ്ടികളുടെ ഹോൺ ശബ്ദമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതാണ് വെനീസ്. പ്രണയത്തിൻ്റെയും കവിതയുടെയും നഗരം. വെള്ളത്തിനു മുകളിൽ പണിതുയർത്തിയ ഒരു അത്ഭുത നഗരം. കാഴ്ചകളുടെ ഒരു മാന്ത്രിക ലോകമാണ് വെനീസ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്വപ്ന തീരം. ഈ സ്വപ്ന തീരത്തിലേക്ക് മുൻപ് പലവട്ടം ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കുട്ടികളുമൊത്ത് എത്തുന്നത്. പല വർണ്ണത്തിലുള്ള വീടുകൾ തിങ്ങി നിറഞ്ഞ ബുറാനോ ദ്വീപിലെയും ചില്ലുകൾ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കുന്ന മുറാനോ ദ്വീപിലെയും ഗൊണ്ടോലകൾ തിങ്ങി നിറഞ്ഞ വെനീസ് കനാലുകളുടെയും അതിമനോഹരമായ ഗ്രാൻഡ് കനാലിൻ്റെയും സെൻറ് മാർക്ക് സ്ക്വയറിൻ്റെയും കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഞങ്ങൾ പാദുവയിൽ നിന്ന് റെയിൽ മാർഗമാണ് വെനീസിൽ ചെന്നെത്തുന്നത്. പാദുവയിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ വെനീസിൽ ചെന്നെത്തും. വെനീസിലെ സാന്തലൂഷ്യ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനടുത്തു നിന്നാണ് വെനീസ് നഗരത്തിലേക്കുള്ള ബോട്ടുകൾ പുറപ്പെടുന്നത്. വെനീഷ്യൻ ലഗൂണിലെ 118ഓളം ചെറിയ ദ്വീപുകൾ ചേർന്നതാണ് ഈ നഗരം. ഏതാണ്ട് 400-ലധികം പാലങ്ങളാണ് ഈ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാർ ഫ്രീ നഗരമാണിത്. ഇവിടെ റോഡുകളോ കാറുകളോ ബൈക്കുകളോ ഇല്ല. ബസ്സുകൾക്ക് പകരം ഇവിടെ വപ്പരോത്തോ എന്ന് വിളിക്കുന്ന ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. അതിൻ്റെ ടിക്കറ്റ് മേടിക്കുവാനായി ഞങ്ങൾ പോവുകയാണിപ്പോൾ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് മേടിച്ചു. ടിക്കറ്റിന് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 20 യൂറോയാണ് വില. 20 യൂറോ അടച്ചു. പിന്നെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 35 യൂറോ, അതായത് 20 രൂപ 15 യൂറോ കൊടുത്ത് 2 കുട്ടികളെയും 12 വയസ്സിന് താഴെ കൊണ്ടുപോകും. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇവിടെ മെഷീനുകളും വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഞങ്ങൾ ഒരു ദിവസത്തെ ഡേ പാസ് ആണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ടിക്കറ്റ് പഞ്ച് ചെയ്ത് ഉള്ളിൽ പ്രവേശിക്കുന്നു. ഇവിടെ അടുത്ത് ബോട്ട് അടുക്കും. അവിടെ നിന്നും ബോട്ട് എടുത്ത് വേണം നമുക്ക് വെനീസ് നഗരത്തിലേക്ക് പോകുവാൻ. ഞങ്ങൾ താമസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വെനീസ് നഗരത്തിലെ ഏറ്റവും മനോഹര പാലം എന്നറിയപ്പെടുന്ന റിയാൽത്തോ ബ്രിഡ്ജിന് സമീപത്താണ്. അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. മറ്റു നഗരങ്ങളിൽ എങ്ങനെയാണോ ബസ്സുകൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ബോട്ടുകളും. ഓരോ ബോട്ടുകൾക്കും നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പോകുന്ന റൂട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഞങ്ങൾക്ക് പോകേണ്ടത് റിയാൽത്തോ ബ്രിഡ്ജിനടുത്തേക്കാണ്. അവിടേക്ക് പോകുന്നത് 2-ാം നമ്പർ ബോട്ടാണ്. ആ ബോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാർ കൊണ്ട് വരുന്നവർക്ക് ഇവിടെ അടുത്ത് പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ബോട്ട് എടുത്ത് വേണം മുന്നോട്ട് പോയി സഞ്ചരിക്കുവാൻ. അതുപോലെ ബസ്സിന് വരുന്നവർക്ക് ബസ് ടെർമിനലും ഇതിനടുത്ത് തന്നെയുണ്ട്. റെയിൽവേ സ്റ്റേഷന് പുറമെ ഇതെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ സ്റ്റോപ്പിൽ എപ്പോഴും വലിയ തിരക്കാണ്. വെനീസിലേക്ക് പ്രവേശിക്കുവാൻ ചില സമയങ്ങളിൽ നമ്മൾ എൻട്രി പാസ് എടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് നിലവിൽ വന്നിട്ടില്ലായിരുന്നു. ഏറ്റവും തിരക്ക് കൂടിയ സമയത്ത് മാത്രമാണ് ഇപ്പോൾ എൻട്രി പാസ് ആവശ്യമായിട്ടുള്ളത്. ആവുന്നതിലും അധികം ടൂറിസ്റ്റുകൾ വരുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിൽ ഒന്ന് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ബോട്ട് റിയാൽത്തോ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലും മനോഹരമായ കാഴ്ചകളാണ്. ചെറിയ കനാലുകളിൽ നിന്ന് വരുന്ന ഗൊണ്ടോലകളുമെല്ലാം വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഞങ്ങൾക്ക് സമീപം പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ടാക്സി. ഈ നഗരത്തിലെ ടാക്സിയും ബോട്ടുകൾ തന്നെ. അങ്ങ് അകലെയായി ഞങ്ങൾക്കിപ്പോൾ റിയാൽത്തോ ബ്രിഡ്ജ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനടുത്തേക്കാണ് ബോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെനീസ് നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളവും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പാലങ്ങളിൽ ഒന്നുമാണ് റിയാൽത്തോ ബ്രിഡ്ജ്. വെനീസിലെ പ്രധാന ജലപാതയായ ഗ്രാൻഡ് കനാലിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാണ്. ഞങ്ങളുടെ ഹോട്ടൽ ഈ പാലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് പോന്തെ റിയാൽത്തോ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാലം. ഗ്രാൻഡ് കനാലിന് കുറുകെയുള്ള അന്തോണിയോ ദ പോന്തെ എന്ന പ്രശസ്തനായ ശില്പിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ രീതിയിൽ കാണുന്ന ഈ പാലം 1588-നും 1591-നും ഇടയിൽ നിർമ്മിച്ചത്. അതിനു മുൻപ് ഇവിടെ ഒരു തടി കൊണ്ടുള്ള പാലമായിരുന്നു ഉണ്ടായിരുന്നത്. പാലത്തിന് ഇരുവശത്തും വ്യാപാര സ്ഥാപനങ്ങളാണ്. എന്നാൽ ഫ്ലോറൻസിലെ പോലെ പുറം കാഴ്ച മറയ്ക്കുന്നില്ല ഇവിടെ. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടൽ മാർക്കോണി എന്നുള്ള ഹോട്ടലാണ് ഞങ്ങൾ താമസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് കനാലിന് സമീപം ഒരു ദിവസം താമസിക്കണം എന്നുള്ളതും ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പല വെബ്സൈറ്റുകളിലും വലിയ റേറ്റാണ് ആദ്യം കാണിച്ചിരുന്നത്. ഞങ്ങൾ ഏറ്റവും തിരക്കുള്ള ജൂലൈ മാസമാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല. പെട്ടെന്ന് അതിലൊരു വെബ്സൈറ്റിൽ ഓഫർ ലഭിക്കുകയും ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ഏതാണ്ട് 84 യൂറോയാണ് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം വന്നത്. കൂടെയുള്ള റിജോ ഫാമിലിക്കും അതുപോലെ തന്നെ. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്.
ആദ്യം ഞങ്ങൾ ദ്വീപുകൾ കാണാൻ വേണ്ടി പോവുകയാണ്. അതിനകത്ത് ബുറാനോ എന്നിവിടയിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അല്പദൂരം ഞങ്ങൾ വെനീസ് പട്ടണത്തിലൂടെ നടക്കുകയാണ്. ആദ്യം ബുറാനോ ദ്വീപിലേക്ക് ഞങ്ങൾക്ക് പോകണം. അതിനായി ബോട്ട് എടുക്കേണ്ട സ്ഥലം ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ചെറിയ ഇടവഴികൾ, വെനീസ് നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളാണ് ഇവയെല്ലാം. വെനീസ് കാർണിവലിൻ്റെ മാസ്കുകൾ ഏത് സമയത്തും നമുക്കിവിടെ മേടിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളിപ്പോൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല കളർഫുൾ ദ്വീപായ ബുറാനോ കാണാനാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ മാപ്പ്. ഇപ്പം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഈ കാണുന്ന ബുറാനോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ബുറാനോയിലേക്ക് പോകാനുള്ള ബോട്ട് എടുത്തിരിക്കുകയാണ് ഞങ്ങൾ. താരതമ്യേന വലിയൊരു ബോട്ടാണിത്. ഫോന്തനേവ് എന്നുള്ള സ്ഥലത്തു നിന്നാണ് ബോട്ട് പുറപ്പെടുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം യാത്രയുണ്ട് ബുറാനോ ദ്വീപിലെത്തുവാൻ. ആദ്യം ഞങ്ങൾ ബോട്ടിനുള്ളിലാണ് ഇരുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മൾ ഏതാണ്ട് ബുറാനോ ദ്വീപിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വെനീഷ്യൻ ലഗൂണിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വർണ്ണാഭമായ ദ്വീപുകളിൽ ഒന്നാണിത്. ബുറാനോയിലെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ വീടുകളാണ്. വീടുകൾക്ക് ഇവർ കടുത്ത നിറങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിനു പിന്നിലൊരു കഥയുണ്ട്. പണ്ടുകാലത്ത് ഇവിടുത്തെ പ്രധാന തൊഴിൽ മീൻപിടുത്തമായിരുന്നു. അതിരാവിലെ കനത്ത മഞ്ഞുള്ള സമയത്ത് കടലിൽ നിന്നും തിരിച്ചു വരുന്ന മീൻപിടുത്തക്കാർക്ക് ദൂരെ നിന്ന് തന്നെ സ്വന്തം വീട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വീടുകൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായ കടും നിറങ്ങൾ നൽകാൻ തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. താമസക്കാർക്ക് ഇഷ്ടമുള്ള നിറം വീടിന് അടിക്കാൻ കഴിയില്ല. സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി അവർ നിർദ്ദേശിക്കുന്ന നിശ്ചിത നിറങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പരമ്പരാഗതമായി കൈകൊണ്ട് തുന്നിയെടുക്കുന്ന മനോഹരമായ ലേസ് നിർമ്മാണത്തിന് ലോകപ്രശസ്തമാണ് ബുറാനോ. ഇന്നും ദ്വീപിലെ പ്രായമായ സ്ത്രീകൾ വീട്ടുപടികൾ ഇരുന്ന് സൂചിയും നൂലും ഉപയോഗിച്ച് അതിമനോഹരമായ ലേസുകൾ തുന്നുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രധാന വെനീസ് നഗരത്തെ അപേക്ഷിച്ച് ബുറാനോ വളരെ ശാന്തമാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അല്പം ആസ്വദിക്കാം. ബുറാനോയിൽ നിന്നും മുറാനോയിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവിടെ പോയി അവിടുത്തെ ഗ്ലാസ് ഫാക്ടറി സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ അവിടുത്തെ ഗ്ലാസ് ഫാക്ടറികൾ നേരത്തെ അടയ്ക്കും. അതുകൊണ്ട് തന്നെ ഇന്നത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നാളേക്ക് ആ കാഴ്ച മാറ്റിവെക്കുന്നു. പകരം ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ച ശേഷം രാത്രി വെനീസ് ഗ്രാൻഡ് കനാലിലൂടെ ഒന്ന് സഞ്ചരിക്കണം. വെനീസിൻ്റെ രാത്രികാല കാഴ്ചകളും അതിമനോഹരമാണ്. വലിയ ക്രൂയിസ് ഷിപ്പുകൾ ഈ നഗരത്തോട് വിട പറയുന്നു. ചില റൂട്ടുകളിൽ ബോട്ടുകൾ 24 മണിക്കൂറും സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം താമസിച്ചാൽ മാത്രമേ ഈ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. ഞങ്ങൾ ബോട്ടിലൂടെ അല്പദൂരം സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ജംഗ്ഷനായ സെൻറ് മാർക്ക് സ്ക്വയറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. വളരെ മനോഹരമായൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ ഞങ്ങൾക്കായി ഒരുക്കിയിരുന്നത്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ സഞ്ചരിച്ച അതേ റൂട്ടിൽ ഇന്ന് പകൽ സമയം ഞങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. സെൻറ് മാർക്ക് സ്ക്വയറിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇവിടെ വരുന്നവർ തീർച്ചയായും സഞ്ചരിച്ചിരിക്കേണ്ട ഒരു പാതയാണിത്. ആരോഗ്യമാതാവിൻ്റെ പേരിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണ് ഈ കാണുന്നത്. അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അതിനായി കനാലിൻ്റെ ഇപ്പുറ സൈഡ് ഇറങ്ങിയ ശേഷം ഗൊണ്ടോല എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയാണ്. നമുക്ക് ഗൊണ്ടോല എടുത്ത് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇവിടെ 80 യൂറോയാണ് ഡേ ടൈമിൽ, നൈറ്റിൽ 100 യൂറോ ആണ്. എന്നാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് വെറും 2 യൂറോയ്ക്ക് നമുക്ക് ഗൊണ്ടോല കിട്ടും. ചെറിയ യാത്ര. ചില സ്ഥലങ്ങളിൽ ഗ്രാൻഡ് കനാൽ മുറിച്ചു കിടക്കുവാൻ നമുക്ക് ഗൊണ്ടോലയിൽ 2 യൂറോ മാത്രം നൽകിയാൽ മതിയാവും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞങ്ങളിപ്പോൾ ഗൊണ്ടോലയിൽ കയറിയിരിക്കുന്നത്.
വലിയ തുക നൽകാതെ ഗൊണ്ടോളയിൽ ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രം ആവശ്യമുള്ളവർക്ക് ഇത്തരത്തിൽ ഗൊണ്ടോളയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗൊണ്ടോളയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇക്കരയിൽ നിന്നും അപ്പുറത്തുള്ള ആരോഗ്യമാതാവിൻ്റെ പള്ളിയിലേക്ക് ഞങ്ങളെ ഗൊണ്ടോളയിൽ എത്തിക്കുകയാണ് ചെയ്യുക. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണിത്. ഞങ്ങൾ ഏതാണ്ട് ഇപ്പുറം എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നും ഞങ്ങൾ ആരോഗ്യമാതാവിൻ്റെ പള്ളിയിലേക്ക് പോവുകയാണ്. ഗ്രാൻഡ് കനാലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു ദേവാലയമാണിത്. വെനീസ് നഗരത്തിൻ്റെ പ്രധാന ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്ന പ്യാസ സാൻ മാർക്കോയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ആദ്യം കുറേ സോവനീർ ഷോപ്പുകളാണ് ഈ കാണുന്നത്. മുന്നിലായി ആദ്യം കാണുന്നതാണ് ദോജെ പാലസ്. ബസിലിക്കയ്ക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ കൊട്ടാരം ഗോത്തിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. കമ്പനിയിലെ എന്ന കൂറ്റൻ മണിഗോപുരമാണിത്. വെനീസിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ഗോപുരത്തിന് മുകളിൽ കയറിയാൽ വെനീസ് നഗരത്തിൻ്റെയും അതിൻ്റെ കായലുകളുടെയും അതിമനോഹരമായ പനോരാമിക് ദൃശ്യം ആസ്വദിക്കാൻ സാധിക്കും. ബസിലിക്ക സന്ദർശിക്കാനുള്ളവരുടെ ക്യൂ ഡോജെ പാലസിന് മുന്നിലൂടെ നീണ്ടുപോവുകയാണ്. നമ്മൾ സാൻ മാർക്കോ പള്ളിയുടെ മുമ്പിലാണ്. സാൻ മാർക്കോ പള്ളിയാണ് കാണുന്നത്. അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ കണ്ടോ, ഇതുമാതിരി ക്യൂ ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് അതിനുവേണ്ടി നമുക്ക് ഒത്തിരി സമയം പോകും അതിനുള്ളിൽ കയറാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ കയറാൻ വരുന്നവർ ഇട ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. ഇട ദിവസങ്ങൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച ആയിട്ട് പോലും ഇത്രയും ക്യൂ. അപ്പോൾ മറ്റുള്ള ദിവസങ്ങളൊക്കെ എന്ത് ക്യൂ ആയിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സാൻ മാർക്കോ ചത്തുരത്തിൻ്റെ കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ സാൻ മാർക്കോ ബസിലിക്കയാണ് ഈ കാണുന്നത്. ബൈസന്റിയൻ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായ ഈ ബസിലിക്ക അതിൻ്റെ അതിമനോഹരമായ സ്വർണ്ണ മൊസൈക്ക് അലങ്കാരങ്ങൾ കാരണം ചർച്ച് ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്നു. വെനീസിൻ്റെ സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഈ ബസിലിക്ക. ബസിലിക്കയ്ക്ക് മുന്നിലായി ചത്തുരത്തിൽ തന്നെയാണ് കമ്പനിയിലെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ സാൻ മാർക്കോയുടെ മുമ്പിലാണ്. സാൻ മാർക്കോ പള്ളിയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അല്ല ഒരു ബാഗും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ബാഗുകളൊക്കെ നമ്മൾ പുറത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു വേണം നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. മാത്രമല്ല ഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് മുട്ടുകാൽ വരെ എന്തായാലും ഇറക്കമുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. അതുപോലെ ഷോൾഡറൊക്കെ കവർ ചെയ്തിട്ട് വേണം, എന്നാൽ മാത്രമാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. സാധാരണ എല്ലാ പള്ളികളെ പോലെ തന്നെ ഇവിടെയും അതൊക്കെ തന്നെ അവർ പറയുന്നത്. പിന്നെ ഫോട്ടോ വീഡിയോ ഇതൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞാനിപ്പോൾ പ്യാസ സാൻ മാർക്കോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്യാസയാണിത്. കാരണം എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇത്ര സിനിമകളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ. വളരെയധികം ഭംഗിയുള്ള സ്ഥലം, നല്ലൊരു പള്ളി, കൂടാതെ ഇത് കണ്ടോ വളരെയധികം ഭംഗിയായിട്ടുള്ള ഒരു പ്യാസയാണിത്. സത്യത്തിൽ ഇവിടെ ഇങ്ങനെ തീറ്റ കൊടുക്കാൻ പാടില്ല. തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവരാരും തീറ്റ കൊടുക്കാതിരിക്കുക പ്രാവുകൾക്കൊക്കെ. ഇനി ഞങ്ങൾ നെടുവീർപ്പിൻ്റെ പാലം എന്നറിയപ്പെടുന്ന പോന്തെ ദei സൊസ്പീരി എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ വിളിക്കുന്ന ബ്രിഡ്ജ് ഓഫ് സൈസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് പുറകിലായി കാണുന്നതാണ് ആ പാലം. വെനീസിലെ മിക്ക പാലങ്ങളും തുറസായിട്ടുള്ളതാണെങ്കിൽ ഈ പാലം മുകളിൽ നിന്നും വശങ്ങളിൽ നിന്നും അടഞ്ഞ ഒന്നാണ്. ഡോജെ പാലസിനെയും ജയിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ പാലം. ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂ 5 പൈസ മുടക്കാണ്ട് നമുക്ക് വെനീസിൽ കാണാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ പാലം ഉണ്ടല്ലോ, അറിയാത്ത പാലത്തിന്റെ അടുത്ത് നമുക്ക് ഹോട്ടൽ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ വളരെ തൊട്ടടുത്ത് നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. വെനീസ് ഫുള്ളായിട്ട്, അതും 5 പൈസ മുടക്കില്ലാതെ. റിയാൽത്തോ ബ്രിഡ്ജിന് തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടിയായ ഫോന്താക്കോ ദൈ തെദേസ്കി എന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നമുക്ക് ഇത്തരത്തിൽ മനോഹരമായ കാഴ്ച കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നിന്നുള്ള കാഴ്ച ഫ്രീ ആണെങ്കിലും ഓൺലൈൻ വഴി ബുക്കിംഗ് ചെയ്ത ശേഷം വേണം ഇവിടെ വരുവാൻ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടൈം സ്ലോട്ട് ലഭിക്കും. ആ സമയത്താകും നമ്മളെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പ്രവേശിപ്പിക്കുക. ലണ്ടനിലെ സ്കൈ ഗാർഡന് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ. ഈ ടെറസിന് മുകളിൽ നിന്നാൽ വെനീസ് നഗരത്തിൻ്റെ 3/4 പങ്കും കൺമുന്നിൽ തെളിയും.
പരമ്പരാഗതമായ വെനീഷ്യൻ ചുവന്ന മേൽക്കൂരകളും ചരിത്രപ്രസിദ്ധമായ പള്ളികളുടെ ഗോപുരങ്ങളും ചുറ്റുമുള്ള കായൽ പരപ്പും ഒരു ക്യാൻവാസ് പോലെ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. വെനീസിലെ പ്രധാന ജലപാതയായ ഗ്രാൻഡ് കനാലിൻ്റെ ഏറ്റവും മനോഹരമായ എസ് ആകൃതിയിലുള്ള വളവ് കൃത്യമായി കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നാണ്. ചെയ്ത് മുകളിൽ കയറുന്ന ഒരാൾക്ക് കാഴ്ചകൾ കാണാനും ഫോട്ടോകൾ എടുക്കാനും 15 മിനിറ്റ് സമയമാണ് അനുവദിക്കുക. ഇവിടുത്തെ സൂര്യാസ്തമന കാഴ്ചകൾ അതിമനോഹരമാണ്. അസ്തമയ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഗ്രാൻഡ് കനാൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് കാണുവാൻ വൈകുന്നേരത്തെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഇനി ഞങ്ങൾ മുറാനോ ദ്വീപിലേക്ക് പോവുകയാണ്. വെനീസ് നഗരത്തിൽ നിന്നും വടക്കു ഭാഗത്തായി വെനീഷ്യൻ കായലിൽ സ്ഥിതി ചെയ്യുന്ന പരസ്പരം പാലങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ചെറിയ ദ്വീപുകളാണ് മുറാനോ. ലോകപ്രശസ്തമായ മുറാനോ ഗ്ലാസ് നിർമ്മാണത്തിൻ്റെ പേരിലാണ് ആ ദ്വീപ് ആഗോളതലത്തിൽ അറിയപ്പെടുക. 1291 വെനീസ് റിപ്പബ്ലിക് നഗരത്തിലെ മുഴുവൻ ഗ്ലാസ് നിർമ്മാണശാലകളും മുറാനോ ദ്വീപിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. വെനീസിലെ തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾക്ക് ഗ്ലാസ് ചൂടാക്കുന്ന വലിയ ചട്ടികളിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യത ഒഴിവാക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത്. കാലക്രമേണ മുറാനോയിലെ ഗ്ലാസ് നിർമ്മാതാക്കൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദഗ്ധരായി മാറി. ഇന്ന് മുറാനോയിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണം ഇവിടുത്തെ ഫാക്ടറികൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. വളരെ ഉയർന്ന താപനിലയിൽ ഉരുകിയ ഗ്ലാസ് വിദഗ്ധരായ തൊഴിലാളികൾ തങ്ങളുടെ കൈവേഗതയും ശ്വാസവും ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം മനോഹരമായ കുതിരകളായോ പൂപാത്രങ്ങളായോ ആഭരണങ്ങളായോ മാറ്റുന്നത് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. ചില ഫാക്ടറികളിൽ നമുക്ക് പണം നൽകേണ്ടി വരും. എന്നാൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് ഫ്രീ ആയി കാണാൻ സാധിക്കുന്ന ഒരു ഫാക്ടറിക്ക് ഉള്ളിലാണ്. ഇവിടെ നിന്നും നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഗ്ലാസുകൾ വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ദ്വീപിനുള്ളിൽ ഒരു ഗ്ലാസ് മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിലായി ഒരു തൊഴിലാളി നിന്ന് അദ്ദേഹത്തിൻ്റെ കരവിരുത് പ്രകടിപ്പിക്കുകയാണ്. കൺമുന്നിൽ വച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം ഓരോ രൂപങ്ങളും നിർമ്മിച്ചെടുക്കുന്നത്. ഇനി ഇവർ നിർമ്മിച്ച ഗ്ലാസുകൾ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഫ്രീ ആണ്. നമുക്ക് കയറി കാണാൻ പറ്റും. ഫാക്ടറിക്കുള്ളിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കുന്നത് കാണാൻ പറ്റും. മൊറാനോ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. കോസ്റ്റ്ലിയാണ് മൊറാനോ ഗ്ലാസ്, പക്ഷെ അതൊരു ഭംഗിയാണ്. അത് ചൈന മേടിച്ച് കഴിഞ്ഞാൽ പൈസ കുറവായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഗ്ലാസ്സുകൾക്ക് അതിൻ്റെതായ ഭംഗിയും അതിൻ്റെതായ സൗന്ദര്യമൊക്കെ ഉണ്ട്. വെനീസിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവിടെ വന്നിറങ്ങുന്നവർക്ക് ലഗേജ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ യാത്ര കൂടി അവസാനിക്കുകയാണ്. ഞങ്ങൾ ട്രെയിന് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇറ്റാലിയൻ ട്രെയിനായ ട്രെയിനിത്താലിയയുടെ ഫ്രേച്ചെ റോസ എന്നുള്ള ട്രെയിനിലാണ് ഞങ്ങൾ ജനവയ്ക്ക് പോകുന്നത്.